തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പടക്ക നിർമ്മാണശാല ലൈസൻസി സതീശനാണ് മരിച്ചത്. അതേസമയം ഇന്ന് നടത്തിയ പരിശോധനയിൽ കൈയും തലയും ഉൾപ്പെടെ നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. ഇന്നുച്ചയോടെയാണ് മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയുടെ ഉടമയും ലൈസൻസിയുമായ സതീശന്റെ മരണം ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചത്. വെടിക്കെട്ട് ദുരന്തത്തിൽ 90% പൊള്ളലേറ്റ സതീശൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 46-കാരനായ സതീശൻ 15 വർഷമായി വെടിക്കെട്ട് നിർമ്മാണ രംഗത്ത് സജീവമാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് ഇന്ന് നടത്തിയ പരിശോധനയിൽ തലയും കൈയും ഉൾപ്പെടെ നിരവധി ശരീരഭാഗങ്ങൾ ലഭിച്ചു. ഇവ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതേസമയം കാണാതായ 4 പേരെക്കുറിച്ച് മാത്രമാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. എത്ര പേരുണ്ടായിരുന്നു എന്നെല്ലാം രേഖപ്പെടുത്തുന്ന അവിടുത്തെ അവരുടെ രേഖകളും കത്തിപ്പോയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആ രേഖകൾ നോക്കിയിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അവിടെ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുത്തുകൊണ്ടും അവർ പറയുന്ന വെച്ചും കാണാതായവരുടെ ലിസ്റ്റ് പരിശോധിച്ചുമാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക. ആ പരിശോധനയിൽ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ സംഘാടകരിൽ തന്നെ 3-4 പേർ ഇതിനകത്ത് അകപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.